ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നേ. ഈ കല്യാണം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണം, അശ്വനുടെയും പ്രിശ്രീതിൻ്റെയും. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും താലികെട്ടൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇവനാണ് ആ ഫ്രണ്ട്, പേര് രാഹുൽ. കൂടെയുള്ളത് എൻ്റെ മറ്റൊരു ഫ്രണ്ട് ജിഷ. വന്നിരുന്നു എന്നൊന്ന് തെളിയിക്കാൻ വേണ്ടി ഓരോ ഫോട്ടോസും നമ്മളങ്ങനെ എടുത്തു. അതിനുശേഷം അവക്കുള്ള ഗിഫ്റ്റും കൈമാറി. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ കലവറയിലോട്ട് അങ്ങ് പോയി. വിശപ്പ് കൂടിയിട്ടാണോ അതോ കറികൾക്കെല്ലാം രുചി കൂടിയിട്ടാണോ എന്നറിയില്ല, ഓരോ കൂട്ടം വരുമ്പോഴും അതൊക്കെ എൻ്റെ വായിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇല ആകെ വൃത്തിഹീനമായിരുന്നു. ഇലയിലെ ഇടത്ത് നിന്ന് മൂന്നാമത് കിടക്കുന്ന ആ ഒരു കറി ഉണ്ടല്ലോ, പൈനാപ്പിൾ പച്ചടി, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കറിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ഇതുപോലൊരു നല്ല സദ്യ കഴിച്ചിട്ട്. ആ സാമ്പാറും ചോറും പപ്പടും അതിൻ്റെ കൂടെ കൂട്ടുകറിയും നടുക്ക് വെച്ച് ഒരു പിടിയങ്ങ് പിടിച്ചു. പക്ഷേ ഈ സദ്യയിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ, അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. സദ്യ കഴിച്ചൊന്ന് രസം പിടിച്ച് വരുമ്പോഴാ അതാ വരുന്നു രസം. ഞാനീ കാണിച്ചത് അടുത്തിരിക്കുന്ന ചേച്ചിയുടെ ഇലയല്ല ഏട്ടാ, അവിടെ രാഹുലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. സദ്യ സൂപ്പറാണെന്നുള്ള തെളിവാ എൻ്റെ ഈ ഇല. സദ്യയിൽ എന്തോ ഒന്ന് കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ പഴം. അങ്ങനെ കയ്യും കഴുകി വരുന്ന വഴിക്ക് ഞാനൊരു പഴം എടുത്തു. പഴം എടുത്ത് വരുമ്പോഴാ മാമിയും മോളെയും കണ്ടത്. അങ്ങനെ രാഹുലിനോടും കുടുംബത്തോടും യാത്ര ചോദിച്ച് നമ്മളങ്ങനെ വിട പറയലായി. രാഹുലിൻ്റെ അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് തന്നെ രാഹുലിൻ്റെ കല്യാണവും കഴിപ്പിക്കണമെന്ന് ഒരു ഉപദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം രാഹുലേ, നീ പറഞ്ഞതുപോലെ നിന്റെ വീട്ടുകാരോട് നമ്മൾ ആ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാ, നീ ഹാപ്പി അല്ലേ? അങ്ങനെ ലോട്ടൊക്കെ ഞാനും വീട്ടിലേക്ക് പോയി.